ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ചെറിയൊരു പെയിൻ്റടി ആയാലോ, സോറി പെയിൻ്റടി കേട്ടോ. കാര്യത്തിലേക്ക് കിടക്കാം. കവിയത്രി കൊണ്ട് തന്നതാണ് ഇത്. അതാരാണ് എന്നല്ലേ, എൻ്റെ മാതാശ്രീയാണ്, അതായത് ചാനലുടമയുടെ അമ്മമ്മ. ഏതോ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിന് പോയിട്ട് വെള്ളച്ചായം പൂശിയ ചുവരിൽ നിന്നും പകുത്തെടുത്ത കറയുമായി ഒരു സഞ്ചി കൊള്ളാം, കളയാൻ തോന്നുന്നില്ല. എന്നാൽ പിന്നെ എന്തേലും അലുക്കുലത്ത് ചെയ്ത് റെഡിയാക്കി താ എന്ന് പറഞ്ഞ് സാധനം ഇവിടെ എത്തിയിട്ട് 6 മാസമായിട്ടോ. മടി കൊണ്ടാണോ അതോ കറ നല്ലതായിട്ടാണോ ഇത്ര കാലം വെച്ചു. ഇനി അത് നന്നാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് സഞ്ചി കയ്യിലെടുത്തിട്ടുണ്ട്. കറയുടെ ഡിസൈനും മാതാശ്രീയുടെ കവിതകളൊക്കെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മുരുകൻ കാട്ടാക്കാടിയുടെ കൊഴിയുന്ന ഇലകൾ എന്ന തീം പിടിച്ചാലോ എന്ന്. എത്രമാത്രം നന്നാകും എന്നറിയാത്ത ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ അത്. ഴേക്കു പോകുന്നിതാ നമ്മൾ നിലമെത്തി നിശ്ചേഷ്ടരായി മയങ്ങാൻ, കറവറ്റി കർമ്മബന്ധം മുറിഞ്ഞൊടുവിലായി നിലമെത്തി നിശ്ചേഷ്ടരായി മയങ്ങാൻ. പാടാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ, എന്നാൽ ഈ ഒരു തീം ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും 2 വരി പാടാതെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കറുള്ള ഭാഗത്തൊക്കെ ഓരോ ഹാർട്ടാണ് വരച്ചത് കേട്ടോ. എനിക്ക് ഒരുപാട് വരയ്ക്കാൻ അറിയുന്ന ഒരാളൊന്നുമല്ല ഞാൻ, പക്ഷെ ഓരോ ഹാർട്ട് വരച്ചിട്ട് അതിനകത്ത് ഞാൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾവേസ് നമ്മൾ കാണുന്ന ഇലകൾ പച്ച, ചുവപ്പ്, ഓറഞ്ച് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഞാനിതിനകത്ത് ചൂസ് ചെയ്തത് മഞ്ഞയും പച്ചയും കൂടി കോമ്പിനേഷനിൽ ആണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല റെഡും യെല്ലോ കോമ്പിനേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇലകൾ വരച്ചിട്ട് അതിനെ കളറ് കൊടുത്തിട്ട് ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. ആദ്യമേ തന്നെ പറയാം, ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല, ഞാനിത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ്. സോ കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. നമ്മളെ ആമിക്കുട്ടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് എന്താ മയക്കുന്നുണ്ട്, അവൾക്കൊരു ബ്രഷും കളറും കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ കൊടുക്കാതെ മുറുക്കി പിടിച്ചിരിക്കുകയാണേ. ഈ ബാഗ് ഇങ്ങനെ അമ്മ കൊണ്ട് തന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഈ ബാഗിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ മടി കാരണം മാറ്റി വെച്ച് പിന്നെ അമ്മ ഈ ബാഗ് ചോദിക്കാണ്ടായി. ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ അമ്മ എന്നെ കാണുമ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ടപ്പോൾ അമ്മ പിന്നെ ചോദിക്കാണ്ടായി. അപ്പം ഞാനിതെടുത്ത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ബാഗ് ഇങ്ങനെ ഇരുന്നിട്ട് അതിലുള്ള വൈറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നി. അതാണ് ഞാൻ ഇന്നിത് ചെയ്തത്. അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കുകയാണ് അതിൻ്റെ കൂടെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലീഫിൻ്റെ രൂപം കിട്ടില്ല, ബ്ലാക്ക് ഔട്ട്ലൈനും കൂടി കൊടുത്തപ്പോൾ അല്ലേ. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിത് പഠിക്കുന്നത് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നതിന് ശേഷം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ ഫാബ്രിക് പെയിൻ്റൊക്കെ എൻ്റെ സ്വന്തം ടോപ്പുകളിലൊക്കെ ചെയ്യുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് അമ്മ ഒരു ഷോപ്പ് ഇടുന്നത്, ടൈലറിങ് ഷോപ്പ്. അപ്പോൾ ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അമ്മയുടെ കൂടെ അങ്ങനെ പോകുമായിരുന്നു. ഒരുപാട് മാർക്കൊന്നും വാങ്ങിയിട്ടല്ല ഞാൻ പാസ്സായിട്ടുള്ളത്, എന്നാലും ജസ്റ്റ് പാസ് ഓക്കെ ആയിരുന്നു. അങ്ങനെ അമ്മയുടെ കൂടെ പോയി ഇങ്ങനെ ആദ്യം ഞാൻ അമ്മയ്ക്ക് പാൻറ് അടിച്ചു കൊടുക്കും, അമ്മ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കുമായിരുന്നു. അതുപോലെ ബ്ലൗസൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാം ടെക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ അടിച്ചു കൊടുക്കും. അമ്മ അത് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഞാൻ ഹെമ്മിങ് ചെയ്യും. അങ്ങനെ ഈ ഫാഷൻ ഡിസൈനിങ്ങിനോടുള്ളൊരു താല്പര്യം വന്നിട്ടാണ് +2 കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നത്. വേഗം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ ഡിഗ്രിക്ക് ചേർന്നിട്ട് 2nd ഇയറിലാണ് അത് ഡിസ്റ്റൻസ് ആക്കിയതിന് ശേഷം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നത്. അത് കോഴിക്കോടായിരുന്നു, ഒരു ബ്രെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ പോയി പഠിച്ച് അവിടെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് ഫാബ്രിക് പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും രാധിക മിസ്സിനെ ഓർക്കുന്നുണ്ട്. രാധിക മിസ്സ് അടിപൊളിയായിരുന്നു. ഇപ്പോഴും മിസ്സിൻ്റെ ഓരോരോ മ്യൂറൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെ മിസ് ചെയ്യുക ഒരു ടൈം. ഇവിടെ കുട്ടി വന്നിട്ട് പെയിൻറ്റിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവളാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നോട് അച്ഛൻ പറഞ്ഞു പെയിന്റ് അടിക്കാൻ. എന്നോടും അമ്മോടും പറഞ്ഞതാ നന്നാലും പെയിന്റ് അടിക്കല്ലേ. കാണാന്ന് കഴിക്കുന്നേക്ക് കണ്ടോ ഇത്
കളിപ്പ് കളിച്ചേ പറഞ്ഞ് ഏകദേശം കാര്യത്തോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മിക്സഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഗ്രീനും റെഡും കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാധിക മിസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതന്നെ ആ മിസ്സിൻ്റെ അടുത്തുനിന്ന് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സൊക്കെ വിട്ടു കുറച്ച് കാലം ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതിനുള്ള ടച്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്തുകൊണ്ടപ്പോൾ ഞാൻ ഈ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്സിനെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. മിസ് അത്രയ്ക്കും കട്ട സപ്പോർട്ടായിരുന്നു നമുക്ക്. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടി ആണെങ്കിലും മെസ്സേജ് ആയിട്ടാണെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ മിസ്സ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ അതിന് ക്യാപ്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏത് നമ്മുടെ കൊഴിയുന്ന ഇലകൾ പറഞ്ഞത്, അത് ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ച് ചെയ്താൽ അത്ര തന്നെ നന്നാവില്ല, അല്ലെങ്കിൽ ആ ഹാൻഡ് റൈറ്റിങ് മോശമായി പോവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യുന്നത്. ആമിക്കുട്ടി അതിനും വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര കറക്റ്റ് സ്പേസിൻ്റെ കാര്യമൊന്നും അത് അത്ര ബോധേഡല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ കൊഴിയുന്ന ഇലകൾ പറഞ്ഞതിൻ്റെ വന്നിട്ട് ഒരു ലീഫുമ്മയ്ക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അത്ര തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് ഒരു എന്താ പറയുക, ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പോയതാണ്. സ്പേസിൻ്റെ കുറവ് വന്നപ്പോൾ ആ ഒരു ലീഫിലേക്ക് ലേശം കയറി. കുഴപ്പമില്ല കേട്ടോ, ഭംഗിയായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അമ്മയ്ക്ക് ഇഷ്ടമാവോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ എഴുതിയത് ഞാൻ ഒന്നും കൂടി ബോൾഡാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊന്നും കൂടി ബോൾഡാക്കി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എത്ര വർക്ക് അറിയാത്ത ആൾക്കാർക്കും കൂളായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ പെയിൻറ്റ് അങ്ങനെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കാറില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ടാവും. ഒരു പ്ലെയിൻ ഡാർക്ക് ക്ലോത്തൊക്കെ എടുത്തിട്ട് അതിനകത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണത്. ഞാൻ വളരെ ഹാപ്പി ആട്ടോ ഈ ഒരു വർക്ക് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തലങ്ങും വിലങ്ങൊക്കെ ഫോട്ടോ ഒക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അത് ഓരോ ഫോട്ടോ ഒക്കെ ആയിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, കവിയത്രിയുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ആൾക്ക് ഇഷ്ടാവോ ഇല്ലേന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ എന്നോളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് മസ്റ്റാണ്. എന്നാൽ ശരി, പറഞ്ഞ പോലെ ബൈ.